മുന്നണി മാറ്റത്തോടെ നിയമസഭയുടെ പടി കയറാൻ പറ്റാതെ പോയ RSPയുടെ ആകെയുള്ള ലോക്സഭാ സീറ്റെങ്കിലും നിലനിർത്തേണ്ട ബാധ്യത UDFിനുണ്ട്. നിയമസഭാ സീറ്റുകളിൽ ബഹുഭൂരിപക്ഷത്തിൽ വിജയിച്ചിട്ടും തുടർച്ചയായി ലോക്സഭയിൽ തോൽക്കുന്ന നാണക്കേട് മാറ്റേണ്ട ഉത്തരവാദിത്വം LDFിനുണ്ട്. അയൽ മണ്ഡലങ്ങളിലെ പോലെ വോട്ടിംഗ് ശതമാനത്തിൽ കനത്ത വർധനവില്ലെന്ന നാണക്കേട് തിരുത്തേണ്ട ആവശ്യം BJPക്കുമാണ്. ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം 3 മുന്നണികൾക്കും ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലാണ് കൊല്ലത്തെ പോരാട്ടത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്ന മുറിവുകളുടെ തുടക്കമുണ്ടായത്. സീറ്റ് ചർച്ചാവേളയിൽ തങ്ങളിൽ നിന്ന് തിരിച്ചെടുത്ത കൊല്ലം ലോക്സഭാ സീറ്റ് RSP CPMനോട് തിരികെ ആവശ്യപ്പെട്ടു. അവിടെയാണ് തുടക്കം. നൽകില്ലെന്ന് തറപ്പിച്ച് പറഞ്ഞതിനൊപ്പം ചില നിയമസഭാ സീറ്റുകളിൽ കൂടി മാറ്റമുണ്ടാകുമെന്ന് പറഞ്ഞതോടെ RSP കടുത്ത സമ്മർദ്ദത്തിലായി. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന നിയമസഭാ സീറ്റും കൂടി പോയാലോ എന്നൊരു ചിന്ത അവർക്കുണ്ടായി. ഉമ്മൻചാണ്ടിയും ഷിബു ബേബി ജോണും ഈ അവസരം പ്രയോജനപ്പെടുത്തി RSPയെ UDFിൽ എത്തിച്ചു. LDFിൻ്റെ ശക്തനായ പോരാളിയായിരുന്ന NK പ്രേമചന്ദ്രൻ അങ്ങനെ പെട്ടെന്നൊരു ദിവസം UDF സ്ഥാനാർത്ഥിയായി വേഷമിട്ടു. പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി LDF സ്ഥാനാർത്ഥിയായി കളത്തിലിറങ്ങി. മറുകണ്ഠം ചാടിയ RSPയെ തറപറ്റിക്കാൻ LDF, പ്രത്യേകിച്ച് CPM സർവ്വസന്നാഹം ഉപയോഗിച്ചിട്ടും പ്രേമചന്ദ്രൻ 37,649 വോട്ടിന് വിജയിച്ചു കയറി. ഇത് ഇടതുമുന്നണിക്ക്, പ്രത്യേകിച്ച് CPMന് കനത്ത ആഘാതമായിരുന്നു. 2014 നാണക്കേട് തീർക്കാൻ 2019 LDF അന്നത്തെ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഇന്നത്തെ ധനമന്ത്രി KN ബാലഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കി അവതരിപ്പിച്ചു. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമല്ല, ജില്ലയിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിലും LDF വിജയിച്ചു നിൽക്കുന്ന കാലം CPMൻ്റെയും LDFിൻ്റെയും സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു. പക്ഷേ പ്രേമചന്ദ്രൻ്റെ ജനകീയതയിൽ CPMനെ വീണ്ടും നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു. 1,48,869 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ പ്രേമചന്ദ്രൻ തന്നെ വിജയക്കൊടി പാറിച്ചു. ഇതിനിടയിൽ NDAയുടെ വോട്ട് 2014 58,671 നിന്ന് കൊല്ലത്തിന് അപരിചിതനായ സ്ഥാനാർത്ഥിയായിട്ട് കൂടി 2019 1,03,339 ഉയർന്നു. ഇടത്തേക്കും വലത്തേക്കും കളം മാറാൻ മടിയില്ലാത്ത മണ്ഡലമാണ് കൊല്ലം. കഴിഞ്ഞ 3 തവണയായി LDFിനെ തറപറ്റിച്ച് UDFിനാണ് വിജയം. അതിനു മുൻപ് 96-ലും 98-ലും പ്രേമേന്ദ്രനും 99-ലും 2004-ലും P രാജേന്ദ്രനും ഇവിടെ നിന്ന് LDF സ്ഥാനാർത്ഥികളായി വിജയിച്ചിട്ടുണ്ട്. കൂടുതൽ പിന്നോട്ട് പോകുമ്പോഴും കൊല്ലം ആർക്കൊപ്പവും ഉറച്ചു നിന്ന ചരിത്രമില്ല. സംസ്ഥാനത്തെ RSPയുടെ ശക്തി കേന്ദ്രമാണ് കൊല്ലം. കഴിഞ്ഞ 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം പരിശോധിക്കുമ്പോൾ 2 മുന്നണികളുടെയും ഭാഗമായി നിന്ന് 10 തവണ RSP സ്ഥാനാർത്ഥികൾ ഇവിടെ വിജയിച്ചിട്ടുണ്ട്. ചവറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ, ചടയമംഗലം, പുനലൂർ, കുണ്ട്ര എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. ഇപ്പോൾ കുണ്ട്ര ഒഴികെ 6 നിയമസഭാ സീറ്റുകളും LDFിനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസുകാർ പരസ്പരം കാലുവാരുന്നതും ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥി തങ്ങളുടെ പാർട്ടിക്കാരൻ അല്ലാത്തതിനാലും ഒറ്റക്കെട്ടായി നിൽക്കുന്നതും ലോക്സഭയിലെ UDF വിജയത്തിൻ്റെ കാരണമായി പറയുന്നുണ്ട്. എന്തായാലും ഇടതുമുന്നണിയെ ഞെട്ടിച്ച് കഴിഞ്ഞ 2 തവണയും വിജയിച്ച NK പ്രേമേന്ദ്രൻ തന്നെയായിരിക്കും ഇത്തവണ UDF സ്ഥാനാർത്ഥി എന്നുറപ്പാണ്. കൊല്ലംകാരുടെ മനസ്സിൽ പ്രേമേന്ദ്രന് രാഷ്ട്രീയത്തിന് അതീതമായ ഒരിടമുണ്ട്. MP ഫണ്ട് വിനിയോഗത്തിനപ്പുറം കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി വികസന പദ്ധതികൾ കൊണ്ടുവരാനും പ്രേമേന്ദ്രൻ നിരന്തരം പരിശ്രമിക്കുന്നു. പ്രേമചന്ദ്രനെ വീഴ്ത്താൻ കഴിയുന്ന കരുത്തുറ്റ സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള ചർച്ചകളിലാണ് CPM താളുകൾ മറിച്ചു നോക്കുക. ആരാണ് പറ്റിയ സ്ഥാനാർത്ഥി? ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോവൻ തുടങ്ങി സംസ്ഥാന കമ്മിറ്റി അംഗം ചിന്താ ജെറോം വരെ പല പേരുകളും ചർച്ചയിൽ വരുന്നു. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ചാത്തന്നൂരിൽ UDFിനെ പിന്തള്ളി 2ാം സ്ഥാനത്തെത്തിയ BJP ജില്ലാ പ്രസിഡന്റ് BB ഗോപകുമാർ NDA സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട്. ഏതായാലും കൊല്ലം മണ്ഡലം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും ഇത്തവണ.